ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് 4ാം ക്ലാസ്സിൻ്റെ മാത്സ് സബ്ജക്റ്റിൽ വരുന്ന സെക്കൻഡ് ചാപ്റ്റർ ആണ്. ബിയോണ്ട് 1000 എന്നാണ് ചാപ്റ്ററിൻ്റെ പേര് വരുന്നത്. ഇവിടെ ഫസ്റ്റ് പേജിൽ തന്നെ നിങ്ങൾക്കൊരു കാറിൻ്റെ മത്സരം നൽകുന്നത് കാണാം. അതിൽ 2 ആൾക്കാർ പറയാണ് ദ റേസ് ഈസ് ഓൺ, റേസ് തുടങ്ങിയിട്ടുണ്ട്. ടോട്ടോ കാർ ഈസ് ദ ഫസ്റ്റ്, സി ഇറ്റ്സ് നമ്പർ. ടോട്ടോ കാർ ആണ് മുന്നിൽ, അതിൻ്റെ നമ്പർ നോക്കൂ. 1000 ആണല്ലേ, മുന്നിലുള്ള ടോട്ടോ കാറിൻ്റെ നമ്പർ 1000 ആണ്. നെക്സ്റ്റ് പേജ്, ഫൈൻഡ് ദി റിലേഷൻ, ബന്ധം കണ്ടെത്താം. ഫൈൻഡ് ദി റിലേഷൻ ബിറ്റ്വീൻ ദി നമ്പേഴ്സ് ആൻഡ് റൈറ്റ് ദി നമ്പേഴ്സ് ഇൻ ദി എംപ്റ്റി സെൽസ്. ഇവിടെ ഈ ഒരു റിലേഷൻ കണ്ടെത്തിയിട്ട് വിട്ടുപോയെടുത്ത് പൂരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് നമ്പർ എത്രയാണ്? 9 എന്നാണ് നൽകിയിട്ടുള്ളത്. അതിൻ്റെ താഴെ 10 ആണല്ലേ, 9നോട് 1 കൂട്ടിയാൽ 9 കഴിഞ്ഞിട്ടുള്ള അടുത്ത നമ്പറാണ് 10. താഴേക്ക് നോക്കുക. ഇനി അടുത്തത് ബ്ലൂ കോളം നോക്കിക്കേ. ബ്ലൂ കോളത്തിൽ 100 ആണ്. 100 കഴിഞ്ഞാൽ പിന്നെ എത്രയാണ്? 101 എന്നാണ് അല്ലേ, അതാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അടുത്തത് ഗ്രീൻ കളറിൽ 110 എന്ന് നൽകിയിട്ടുണ്ട്. മുകളിൽ ഡാഷ് ആണ്. മുകളിൽ ഏതാണ് വരിക? 110ൻ്റെ തൊട്ട് ബേക്കിലുള്ള ആളാണ് അല്ലേ. 110ൻ്റെ തൊട്ട് ബേക്കിൽ ആരാണ്? 109 ആണ്. നിങ്ങൾ അവിടെ 109 എന്നാണ് എഴുതേണ്ടത്. അടുത്ത കോളം നോക്കുക. ഇവിടെ 199 എന്ന് നൽകിയിട്ടുണ്ട്. 199 കഴിഞ്ഞാൽ അടുത്ത നമ്പർ ഏതാണ്? 199 200 എന്നാണല്ലോ. അവിടെ താഴത്തെ കോളത്തിൽ 200 എന്നാണ് എഴുതേണ്ടത്. നെക്സ്റ്റ് താഴെ 280 എന്ന് നൽകിയിട്ടുണ്ട്. 280ൻ്റെ തൊട്ട് ബേക്കിൽ ആരാണ്? 279 ആണ്. അതാണ് മുകളിലുള്ള കോളത്തിൽ നിങ്ങൾ എഴുതേണ്ടത്. അടുത്ത കോളത്തിൽ 500 ആണ്. 500 കഴിഞ്ഞാൽ 500നോട് അടുത്ത നമ്പർ എത്രയാണ്? 501 എന്നാണ്. അതാണ് താഴെ എഴുതേണ്ടത്. അടുത്തത് താഴത്തെ കോളത്തിലാണ്, ബ്ലൂവിൽ താഴെയാണ് 667 എന്ന് നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ തൊട്ട് ബേക്കിൽ ആരാണ്? 667ൻ്റെ ബേക്കിൽ 666 ആണ്. അതാണ് അവിടെ എഴുതേണ്ടത്. നെക്സ്റ്റത്തെ കോളത്തിൽ 909 എന്ന് നൽകിയിട്ടുണ്ട്. 909 കഴിഞ്ഞാൽ 910 ആണ്. അത് എഴുതി കൊടുക്കുക. അടുത്ത കോളത്തിൽ 990 എന്ന് ഗ്രീൻ കോളത്തിൽ താഴെ നൽകിയിട്ടുണ്ട്. ഈ 990ൻ്റെ തൊട്ട് ബേക്കിലുള്ള ആളാണ് മുകളിൽ വരിക. 990ൻ്റെ ബേക്കിൽ 989 ആണ്. അതാണ് അവിടെ എഴുതേണ്ടത്. നെക്സ്റ്റ് ഏറ്റവും ലാസ്റ്റത്തെ കോളത്തിൽ 999 എന്ന് നൽകിയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്പർ ഏതാണ്? 999 കഴിഞ്ഞാൽ 1000 ആണ്. നിങ്ങളവിടെ 1000 എന്ന് എഴുതുക. സോ ഈ ഒരു ടേബിൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെ തമ്മിലുള്ള നമ്പേഴ്സിൻ്റെ ബന്ധം, റിലേഷൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. മുകളിലുള്ള നമ്പറിൻ്റെ തൊട്ടടുത്ത നമ്പറാണ് താഴെയുള്ള ബോക്സിലുള്ളത്. ഓക്കെ, അടുത്തത് കളർ ദി ടോട്ടോ കാർ. ഫൈൻഡ് ദി നമ്പേഴ്സ് യു ഹാവ് റിട്ടൺ ഇൻ ദ പിക്ചർ ബിലോ, കളർ ദോസ് പാർട്സ്. നമ്മൾ എഴുതിയിട്ടുള്ള നമ്പേഴ്സ് താഴെയുള്ളതിൽ കണ്ടെത്തിയിട്ട് കളർ ചെയ്യാനാണ്. താഴെ നിങ്ങൾക്ക് ടോട്ടോ കാറിൻ്റെ ചിത്രമാണ് നൽകിയിട്ടുള്ളത്. അടുത്തത് നമ്പർ പ്ലേറ്റ്. ദീസ് ആർ ദി ഫ്രണ്ട്സ് ഓഫ് ടോട്ടോ കാർ. ടോട്ടോ കാറിൻ്റെ ഫ്രണ്ട്സ് ആണിത്. ഫൈൻഡ് ദെയർ നമ്പേഴ്സ് ഫ്രം ദി ക്ലൂസ് ആൻഡ് റൈറ്റ് ഓൺ ദെയർ നമ്പർ പ്ലേറ്റ്. താഴെ കൊടുത്തിട്ടുള്ള ക്ലൂസ് വായിച്ചിട്ട് അവരുടെ നമ്പർ പ്ലേറ്റുകൾ കണ്ടെത്താനാണ്. ആദ്യത്തേത് നോക്കിക്കേ, റെഡ് 1, 8 hundreds ഉണ്ട്, 4 10s ഉണ്ട്, 2 1s ഉണ്ട്. ഓക്കെ, ഇവിടെ പറഞ്ഞിട്ടുള്ളത് 8 hundreds എന്നാണ്. 800 എത്രയാണ്? 8 നൂറുകൾ 800 ആണ്. 4 10s എത്രയാണ്? 40 ആണ്. 2 1s എന്ന് പറയുന്നത് 2 ആണ്. ഇതെല്ലാം കൂട്ടി നോക്കാം. 800 40യും 2ഉം കൂട്ടുമ്പോൾ 842 എന്നാണ് നമുക്ക് കിട്ടുന്നത്. റെഡ് കാറിൻ്റെ നമ്പർ പ്ലേറ്റ് 842 ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തേത് ബ്ലൂ കാറാണ്. ബ്ലൂ കാർ 1 less than 910 എന്നാണ് നൽകിയിട്ടുള്ളത്. 910-നെക്കാട്ടിലും 1 കുറവ്. നമുക്ക് കുറച്ച് നോക്കാം. 910 minus 1. 0 1 കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല. സോ നമ്മൾ സൈഡിൽ നിന്ന് എടുക്കും. 0 എന്നുള്ളത് 10 ആവും, 1 എന്നുള്ളത് 0 ആവും. സോ 10 ആയി. 10 എന്ന് 1 കുറച്ചാൽ 9, 0 താഴേക്ക് ഇറക്കി എഴുതും. പിന്നെ 909 ആണ്. 910ൻ്റെ തൊട്ട് ബേക്കിലുള്ള ആൾ. സോ ബ്ലൂ കാറിൻ്റെ നമ്പർ 909 ആണ്. നെക്സ്റ്റ് യെല്ലോ കാറാണ്.
ദി ലാർജസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏറ്റവും വലിയ 3 അക്ക സംഖ്യ ഏതാണ്? 999 ആണ് ഏറ്റവും വലിയ 3 ഡിജിറ്റ് നമ്പർ. സോ ഇതിൻ്റെ നമ്പർ പ്ലേറ്റ് 999 ആണ്. ഇനി ഗ്രീന് ക്ലൂ നൽകിയിട്ടുള്ളത് 1 മോർ ദാൻ ദി ലാർജസ്റ്റ് 2 ഡിജിറ്റ് നമ്പർ. ഏറ്റവും വലിയ 2 ഡിജിറ്റ് നമ്പറിനെക്കാട്ടിലും 1 കൂടുതൽ. ഏറ്റവും വലിയ 2 ഡിജിറ്റ് നമ്പർ ഏതാണ്? 99 ആണ്. ഇതിനേക്കാൾ 1 കൂടുതൽ എന്ന് പറയുന്നത് നമുക്ക് 1 കൂട്ടി നോക്കാം. 9 + 1 10 ആണ്. 0 ബാലൻസ് അവിടെ ചെയ്താൽ 9 + 1 10 ആണ്. 100 ആണ് ആൻസർ വരുന്നത്. ഗ്രീൻ കാറിൻ്റെ നമ്പർ പ്ലേറ്റ് 100 ആണ്. ഇപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ചോദിച്ചിട്ടില്ല എല്ലാ കാറിൻ്റെയും നമ്പർ പ്ലേറ്റ് കണ്ടെത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് പേജ് വാവ് 1000. റീഡ് മൈ നമ്പർ. എൻ്റെ നമ്പർ വായിക്കൂ. ടോട്ടോ കാറിൻ്റെ നമ്പർ എത്രയാണ്? എത്ര സീറോസ് ഉണ്ട് അവിടെ? 3 സീറോസ് ഉണ്ട്. 3 സീറോസ് ഉള്ള ആൾ ആരാണ്? 1000 ആണ്. മൈ നമ്പർ ഈസ് ദി സ്മോളസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ. ഇതാണ് ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ. ഏറ്റവും ചെറിയ 4 ഡിജിറ്റ് നമ്പർ 1000 ആണ്. ഓക്കെ, join them. Find the pairs of vehicles whose numbers add up to Toto car's number. Draw lines to join them. Do it mentally and write the answer. നമ്മളോട് എഴുതാതെ മനസ്സിൽ കണക്ക് കൂട്ടാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഏത് കൂട്ടിയാലാണ് നമുക്ക് ടോട്ടോ കാറിൻ്റെ നമ്പർ കിട്ടുക, അതായത് 1000 കിട്ടുക എന്നതാണ് ചോദ്യം. ഫസ്റ്റ് വൺ 505 ആണ്. 505ലേക്ക് എത്ര കൂട്ടിയാലാണ് 1000 ആവുക? നമുക്കറിയാം 500ഉം 500ഉം 1000 ആണല്ലേ. പക്ഷേ ഇവിടെ 500 വേണ്ട. ഇനി ഓൾറെഡി ഇവിടെ 5 നൽകിയിട്ടുണ്ട്, അതായത് 495 മതി. അതേതാണ്? ഇവിടെ 495 കാണാം, അതിലേക്കാണ് വരയ്ക്കേണ്ടത്. അടുത്തത് 999 നൽകിയിട്ടുണ്ട്. 1000 ആവാൻ ഇനി എത്ര മതി? 1 മതി. 999നോട് 1 കൂട്ടിയാലാണ് 1000. അവിടെ ബ്ലൂ കാറിൻ്റെ അടുത്ത് 1 എന്ന് കാണാം, അതിലേക്ക് വരച്ചു കൊടുക്കുക. നെക്സ്റ്റ് 750 എന്ന് നൽകിയിട്ടുണ്ട്. ഇതിനോട് എത്ര കൂട്ടിയാലാണ് 1000 ആവുക? 250 ആണ്. ഏറ്റവും മുകളിൽ കാണാം നിങ്ങൾക്ക് 250 എന്ന്. അടുത്തത് 990 ആണ്. 990നോട് 10 കൂട്ടിയാലാണ് 1000. 10 നിങ്ങൾക്ക് തൊട്ട് താഴെ കാണാം, അവിടേക്ക് വരച്ചു കൊടുക്കുക. അടുത്തത് 900 ആണ്. 900നോട് 100 കൂട്ടിയാലാണ് 1000. നിങ്ങൾക്ക് ഗ്രീൻ കളറിൻ്റെ അവിടെ 100 എന്ന് കാണാം, അവിടേക്ക് വരച്ചു കൊടുക്കുക. സോ ഇത് നമ്മൾ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞിട്ടുണ്ട്. അടുത്തത് ജസ്റ്റ് 1 മോർ. വാട്ട് ഈസ് ദി നമ്പർ ഷോൺ ഇൻ ദി അബാക്കസ്? ഇവിടെ അബാക്കസിൽ കാണിക്കുന്ന നമ്പർ എത്രയാണ്? ഇവിടെ വൺസിൻ്റെ പ്ലേസിൽ എത്ര ബീഡ്സ് ആണെന്ന് എണ്ണി നോക്കാം. 9 ബീഡ്സ് ആണുള്ളത്. സോ നിങ്ങൾ നമ്പർ എഴുതുമ്പോൾ വൺസിൻ്റെ പ്ലേസിൽ 9 എന്ന് എഴുതുക. ഇനി അടുത്തത് ടെൻസിൻ്റെ പ്ലേസിൽ എത്ര എണ്ണമാണ്? 9 ബീഡ്സ് ആണ്. ടെൻസിൻ്റെ പ്ലേസിലും 9 എന്ന് എഴുതുക. അടുത്തത് 100ൻ്റെ പ്ലേസിൽ എത്രയാണ്? 9 മുത്തുകളാണ്. സോ 100ൻ്റെ പ്ലേസിലും 9 എന്ന് എഴുതുക. നമ്മുടെ നമ്പർ 999 ആണ്. ഇഫ് വി ആഡ് 1 മോർ, നമ്മൾ ഇതിലേക്ക് 1 കൂടി കൂട്ടിച്ചേർത്താലോ? 999ലേക്ക് 1 കൂട്ടിയാൽ എത്രയാണ്? 1000 ആണ്. സോ നിങ്ങൾ അവിടെ 1000 എന്ന് എഴുതുക. ഡ്രോ ദിസ് നമ്പർ ഇൻ ദി അബാക്കസ്. ഈ നമ്പർ അബാക്കസിൽ വരയ്ക്കുക. അബാക്കസിൽ 1000 എന്ന് വരയ്ക്കാൻ സിമ്പിളാണ്. 1000 എന്നുള്ള സ്ഥാനത്ത് ഒരു ബീഡ് മാത്രം വരച്ച് കൊടുത്താൽ മതി. ബാക്കി എല്ലാ പ്ലേസസിലും സീറോസ് ആണ് വേണ്ടത്. ഇവിടെ പസിൽ കോർണറിൽ നോക്കിക്കേ. ഹൂ ആം ഐ? ഞാൻ ആരാണ്? 1 ബീഡ് ഇൻ ദി അബാക്കസ്. അബാക്കസിൽ ഒരു മുത്ത് മാത്രമാണുള്ളത്. ലാർജർ ദാൻ ദി ലാർജസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ. ഏറ്റവും വലിയ 3 ഡിജിറ്റ് നമ്പറിനെക്കാട്ടിലും വലുതാണ്. ഏറ്റവും വലിയ 3 ഡിജിറ്റ് നമ്പർ ഏതാണ്? 999. ഇതിനേക്കാളും വലുതാണ്. ഹൂ ആം ഐ? ഞാൻ ആരാണ്? വിച്ച് ഈസ് മൈ പൊസിഷൻ ഇൻ ദി അബാക്കസ്? അബാക്കസിൽ എൻ്റെ പൊസിഷൻ എവിടെയാണ്? ഇതാരാണ്? 1000 ആണല്ലേ. ഒരു മുത്ത് മാത്രമേ ഉള്ളൂ. 999നെക്കാട്ടിലും വലുതുമാണ്. സോ നമ്മുടെ ആൻസർ 1000 ആണ്. അബാക്കസിൽ ഇതിൻ്റെ സ്ഥാനം 1000ൻ്റെ പ്ലേസിലാണ്. പെട്രോൾ പമ്പ്. കാസ് ഇൻ ദി റേസ് ഫിൽഡ് പെട്രോൾ ഫോർ 1000 റുപ്പീസ്. ഈ റേസിലുള്ള കാറുകളെല്ലാം 1000 റുപ്പീസിന് പെട്രോൾ അടിച്ചിട്ടുണ്ട്. ടോട്ടോ കാർ ഗേവ് 100 റുപ്പി നോട്ട്സ്. ടോട്ടോ കാർ 100 റുപ്പി നോട്ട്സ് 100 രൂപയുടെ നോട്ടാണ് നൽകിയത്. ഹൗ മെനി നോട്ട്സ്? എത്ര നോട്ട്സുകളാണ് നൽകിയിട്ടുണ്ടാവുക?
1000 രൂപയ്ക്കാണ് പെട്രോൾ അടിക്കുന്നത്. സോ എത്ര 100 രൂപയുടെ നോട്ടുകളാണ് 1000 വരുന്നത്? എത്ര 100 1000? 10 hundreds are 1000 ആണ് അല്ലേ? 10 into 100 ആണ് 1000. സോ നമ്മുടെ ആൻസർ 10 എന്നാണ് വരുന്നത്. അടുത്തത് ടോമോക്കാർ ഗേവ് എ ഷെഫ് ഓഫ് 10 rupee നോട്ട്സ്. ടോമോക്കാർ നൽകിയത് 10 രൂപയുടെ കെട്ടുകളാണ്. ഹൗ മെനി നോട്ട്സ്? എത്ര 10 രൂപയായിരിക്കും നൽകിയിട്ടുണ്ടാവുക? എത്ര 10 ആണ് 1000 എന്ന് നോക്കിയാൽ മതി. 100 tens are 1000 ആണ്. 100 പത്തുകളാണ് 1000. സോ 100 എന്നാണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ബഗ്ഗി കാർ ഗേവ് 1 rupee കോയിൻസ്. ഹൗ മെനി കോയിൻസ്? ബഗ്ഗി നൽകിയത് 1 രൂപയുടെ കോയിൻസ് ആണ്. എത്ര എണ്ണം വേണം? എത്ര 1 ആണ് 1000? 1000 ones ആണ് അല്ലേ? 1000 into 1 ആണ് 1000 വരുന്നത്. സോ 1000 1 rupee കോയിന് നൽകിയിട്ടുണ്ടാവും. നമ്മുടെ ആൻസർ 1000 എന്നാണ് വരുന്നത്. കാർ റേസ്. ദ കാർ റേസ് ഈസ് ഗോയിങ് ഓൺ ഇൻ ദി കാർ റേസ് സർക്യൂട്ട്. 1000 points are good for finishing each round. ഇവിടെ കാർ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു റൗണ്ട് പൂർത്തിയാക്കിയാൽ 1000 points ആണ് ലഭിക്കുന്നത്. ദി നമ്പർ ഓഫ് റൗണ്ട്സ് കംപ്ലീറ്റഡ് ബൈ ഈച്ച് കാർ ഈസ് ഗിവൺ ബിലോ. ഓരോ കാറും കംപ്ലീറ്റ് ആക്കിയിട്ടില്ല റൗണ്ട്സ് താഴെ ടേബിളിൽ നൽകിയിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദെയർ പോയിന്റ്സ്. അവിടെ പോയിന്റ്സ് കണ്ടെത്താനാണ്. മിക്കി ഒരു റൗണ്ടാണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ഒരു റൗണ്ടിന് എത്ര പോയിന്റ് ആണ്? 1000 പോയിന്റ് ആണെന്ന് മേലെ നൽകിയിട്ടുണ്ട്. സോ മിക്കിയുടെ പോയിന്റ് 1000 ആണ്. അടുത്തത് സ്കൈബി ആണ്. 5 റൗണ്ട് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞിട്ടുണ്ട്. ഒരു റൗണ്ടിന് 1000 ആണെന്ന് അറിയാം. സോ 5 റൗണ്ടിന് കാണാൻ 5 into 1000 ചെയ്താൽ മതി. നമുക്കിവിടെ 1000 into 5 ആണ് ചെയ്യേണ്ടത് അല്ലേ? നമുക്കിത് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് 1000 into 5 ചെയ്യാം. ഇവിടെ എത്ര സീറോസ് ആണുള്ളത്? 3 zeros ആണല്ലോ. അത് താഴേക്ക് ഇട്ട് കൊടുക്കുക. 1 2 3 zeros ആണ്. 3 zeros ഇട്ട് കൊടുക്കുക. ഇനി 1 into 5 എത്രയാണ്? 5 ആണ്. സോ നമ്മുടെ ആൻസർ 5000 ആണ് വരുന്നത്. സ്കൈബിയുടെ പോയിന്റ് 5000 പോയിന്റ്സ് ആണ്. അടുത്തത് ബഗ്ഗിയാണ്. ബഗ്ഗി 3 റൗണ്ട് ആണ്. 3 റൗണ്ട് ആകുമ്പോൾ 3 into 1000 ആണ് ചെയ്യുക. ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? 3000 ആണ് വരിക. 3 into 1 3 ആണ്. പിന്നെ 3 zeros, അതായത് 3000 ആണ് വരുന്നത്. അടുത്തത് ആൽഫയാണ്. 6 റൗണ്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. 6 into 1000 6000 ആണ്. നെക്സ്റ്റ് ടോമോ 7 റൗണ്ട് ആണ്. 7 into 1000 ചെയ്യുക. 7000 ആണ്. അടുത്തത് ഫ്ലോറ 4 റൗണ്ട് ആണ്. 4 into 1000 4000 ആണല്ലേ വരിക. അതവിടെ നൽകിയിട്ടുണ്ട്. ലാസ്റ്റ് ഫ്രെഡി 8 റൗണ്ട് പൂർത്തിയാക്കിയിട്ടുണ്ട്. 8 into 1000 ആണ്. 8000 ആണ് വരുന്നത്. നമുക്ക് ഇത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാതെ സിമ്പിളായിട്ട് മനസ്സുകൊണ്ട് തന്നെ കണക്ക് കൂട്ടി ഈസി ആയിട്ട് പറയാൻ കഴിയുന്നുണ്ടല്ലോ. 8 into 1000 ആകുമ്പോൾ 8000 ആണ് വരുന്നത്. അടുത്തത് സ്പീഡിയാണ്. 9 റൗണ്ട്സ് ആണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. എത്ര പോയിന്റ്സ് ആണ്? 9000 ആണ് വരിക. ഇനി ടോട്ടോ 10 റൗണ്ട്സ് ആണ്. അപ്പോൾ 10,000 ആണ്. 10 കഴിഞ്ഞിട്ട് 3 zeros വേണം. അടുത്തത് ബോണി 2 റൗണ്ട്സ് ആണ്. സോ 2000 പോയിന്റ്സ് ആണ് കിട്ടിയിട്ടുണ്ടാവുക. അക്കോർഡിംഗ് ടു ദി പോയിന്റ്സ് ഗോട്ട് ബൈ ദി കാസ് റൈറ്റ് ദെയർ നെയിംസ് ഇൻ ഓർഡർ. റൈറ്റ് ദം ഇൻ ഡിഫറെൻറ്റ് വേസ്. അവർക്ക് കിട്ടിയിട്ടുള്ള പോയിന്റിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ പേരുകളെ ഓർഡറിലാക്കി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്കിവിടെ ഏറ്റവും കൂടുതൽ പോയിന്റ്സ് ലഭിച്ചവരുടെ പേരുകൾ ആദ്യം എഴുതാം. വലുതിൽ നിന്ന് ചെറുതിലേക്ക് എന്ന നിലയ്ക്ക് എഴുതാം. ഏറ്റവും കൂടുതൽ പോയിന്റ്സ് ലഭിച്ചിട്ടുള്ളത് 10,000, അതായത് ടോട്ടോക്കാണ്. പിന്നെ 9,000 സ്പീഡിക്ക്. പിന്നെ ഫ്രെഡി 8,000 ഉണ്ട്. പിന്നെ ടോമോ, പിന്നെ ആൽഫ, ദെൻ സ്കൈബി, ഫ്ലോറ, ബഗ്ഗി, ബോണി, മിക്കി. ഈ ഒരു ഓർഡറിലാണ് വലുതിൽ നിന്ന് ചെറുതിലേക്ക് വരുന്നത്. അത് ഏറ്റവും കുറഞ്ഞ പോയിന്റ്സ് കിട്ടിയത് ആർക്കാണ്? മിക്കിക്കാണ് അല്ലേ? മിക്കിക്ക് 1000 പോയിന്റ്സ് ആണ്. ചെറുതിൽ നിന്ന് വലുതിലേക്ക് എന്ന ഓർഡറിൽ എഴുതുമ്പോൾ മിക്കി, ബോണി, ബഗ്ഗി, ഫ്ലോറ, സ്കൈബി, ആൽഫ, ടോമോ, ഫ്രെഡി, സ്പീഡി, ടോട്ടോ എന്ന രീതിയിലാണ് വരുന്നത്. അടുത്ത ആക്ടിവിറ്റി ലെറ്റ്സ് ക്ലൈംബ് അപ്പ് എന്നാണ്. റൈറ്റ് ദി നമ്പേഴ്സ് ഓൺ ഈച്ച് സ്റ്റെപ്പ്. ഓരോ സ്റ്റെപ്പിലെയും നമ്പേഴ്സ് എഴുതാൻ. ആദ്യത്തെ 2 സ്റ്റെപ്പിൻ്റെത് അവിടെ നൽകിയിട്ടുണ്ട്. അവിടെ ആകെ ഒരു സ്റ്റെപ്പിൽ 1000 മാത്രമാണ്. സോ 1000 എത്രയാണ്? 1000 സ്റ്റെപ്പിൽ 1000 എന്ന് എഴുതി. അടുത്തതിൽ 2 thousands വരുന്നുണ്ട്. ബോക്സിൽ 2 പ്രാവശ്യം thousands വരുന്നുണ്ട്. 2 thousands എത്രയാണ്? 2000 ആണ്. സോ സ്റ്റെപ്പിൽ 2000 എന്ന് എഴുതി.
അടുത്തതിൽ അവിടെ നിങ്ങൾക്ക് 1000 എന്ന് എഴുതി നൽകിയിട്ടുണ്ട്. അവിടെ ബഗ്ഗിയുടെ മുകളിലായിട്ട് എത്ര തൗസൻഡ്സ് ആണുള്ളത്? 3000 ആണുള്ളത്. സോ നിങ്ങളവിടെ 3 × 1000 എത്രയാണ് വരിക? 3000 അല്ലേ? സിമ്പിളായിട്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ അറിയാം അല്ലേ? 3000 ആണ്. ഇനി നെക്സ്റ്റ് ബോക്സിൽ അവിടെ എത്ര ബോക്സ് ഉണ്ട്? അവിടെ ഫ്ലോറയുടെ മുകളിലായിട്ട് എത്ര ബോക്സ് ഉണ്ട്? 1, 2, 3, 4. അവിടെയൊക്കെ നിങ്ങൾ 1000 എന്ന് എഴുതി കൊടുക്കുക. ഫ്ലോറയുടെ മുകളിലായിട്ട് എല്ലാ ബോക്സിലും നിങ്ങൾ 1000, 1000, 1000 എന്ന് എഴുതി കൊടുക്കുക. അവിടെ എത്ര തൗസൻഡ്സ് ആണുള്ളത്? എത്ര ബോക്സിലാണ് നമ്മൾ 1000 എഴുതിയിട്ടുള്ളത്? 1, 2, 3, 4. 4 എണ്ണത്തിലാണ് അല്ലേ? അതായത് 4000 ആണ് അവിടെ സ്റ്റെപ്പിൽ എഴുതി കൊടുക്കേണ്ടത്. ഇനി നെക്സ്റ്റ് സ്കൈ ബിയുടെ മുകളിലായിട്ട് അവിടെ കാണുന്ന ബോക്സിലൊക്കെ നിങ്ങൾ 1000 എന്ന് എഴുതി കൊടുക്കുക. ഇവിടെ 1000, 1000, 1000, 1000, 1000. ഇത് എത്ര എണ്ണമുണ്ട് എന്ന് എണ്ണി നോക്കൂ. 1, 2, 3, 4, 5. 5000 ആണുള്ളത്. സോ നിങ്ങളവിടെ 5000 എന്ന് എഴുതി കൊടുക്കുക. അടുത്ത് 6000 എന്ന് നിങ്ങൾക്ക് അവിടെ നൽകിയിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ കാണുന്ന ബോക്സിലൊക്കെ തൗസൻഡ്സ് എഴുതി കൊടുക്കുക. അങ്ങനെ എഴുതുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഓർഡറിലാണ്. നെക്സ്റ്റ് 7000 ആണ് വരിക. അടുത്തത് 8000 ആണ്. അടുത്തത് 9000 ആണ് വരിക. നെക്സ്റ്റ് 10,000 ആണ്. ഇതിനൊരു ഓർഡർ ഉണ്ട് അല്ലേ? 1 to 10 വരെയാണ് പോകുന്നത്. 1000, 2000, 3000, 4000 അങ്ങനെ ആ ഒരു ഓർഡറിലാണ് ഇത് പോകുന്നത്. ഓക്കെ. ഡ്രോ ദി പോയിന്റ് സ്കൈ ബി കാർ ഗോട്ട് ഇൻ ദി അബാക്കസ്. സ്കൈ ബി കാറിന് ലഭിച്ചിട്ടുള്ള പോയിന്റ്സ് അബാക്കസിൽ വരയ്ക്കാനാണ്. സ്കൈ ബിയുടെ പോയിന്റ് 5000 ആണ്. നമ്മൾ 5000 എന്ന് എഴുതുമ്പോൾ വൺസിൻ്റെ പ്ലേസിൽ ഏതാണ്? 0 ടെൻസിൻ്റെ പ്ലേസിലും 0, ഹൺഡ്രഡ്സിൻ്റെ പ്ലേസിലും 0. അവിടെ ഒന്നും ഒറ്റ ബീഡ്സും നിങ്ങൾ കൊടുക്കേണ്ട. ഇനി 1000ൻ്റെ പ്ലേസിൽ 5 ബീഡ്സ് കൊടുക്കണം. ഓക്കെ, 5 ബീഡ്സ് നിങ്ങൾ 1000ൻ്റെ പ്ലേസിൽ കൊടുക്കുക. ഡ്രോ ദി പോയിന്റ് സ്പീഡി കാർ ഗോട്ട് ഇൻ ദി അബാക്കസ്. സ്പീഡിക്ക് ലഭിച്ചിട്ടുള്ള പോയിന്റ്സ് അബാക്കസിൽ വരയ്ക്കാനാണ്. സ്പീഡിക്ക് എത്ര പോയിന്റ്സ് ആണ്? 9 of thousands മേക്ക് 9000. 9000 പോയിന്റ് ആണ് സ്പീഡിക്ക് ലഭിച്ചിട്ടുള്ളത്. 9000 എന്ന് എഴുതുമ്പോൾ വൺസിൻ്റെ പ്ലേസിൽ 0 ആണ്, ടെൻസിൻ്റെ പ്ലേസിലും 0 ആണ്, ഹൺഡ്രഡ്സിൻ്റെ പ്ലേസിലും 0 ആണ്, 1000ൻ്റെ പ്ലേസിൽ 9 വരുന്നുണ്ട്. സോ നിങ്ങൾ അബാക്കസിൽ വരയ്ക്കുമ്പോൾ വൺസിൻ്റെയും ടെൻസിൻ്റെയും ഹൺഡ്രഡ്സിൻ്റെയും പ്ലേസിൽ ഒന്നും വരയ്ക്കേണ്ട. 1000ൻ്റെ പ്ലേസിൽ 9 ബീഡ്സ് വരയ്ക്കണം. നിങ്ങളിവിടെ 1000ൻ്റെ പ്ലേസിൽ 9 ബീഡ്സ് 9 മുത്തുകൾ വരച്ചു കൊടുക്കുക. 10 of thousands മേക്ക് 10,000. 10,000 ആണ് 10,000 എന്ന് പറയുന്നത്. എങ്കിൽ 20,000 20,000 എത്രയാണ്? 20,000. നെക്സ്റ്റ് റൈറ്റ് ദി സംസ്. ഇവിടെ ആദ്യത്തെ കോളത്തിൽ 10നെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് അതിൻ്റെ താഴെ എഴുതിയിട്ടുള്ള കോളത്തിലൊക്കെ ഏതെങ്കിലും 2 ഡിജിറ്റ് തമ്മിൽ കൂട്ടിയാൽ നമുക്ക് 10 കിട്ടുന്നുണ്ട്. അവിടെ 5 എന്ന് എഴുതിയിട്ടുണ്ട്. 5 + 5 എത്രയാണ്? 10 അല്ലേ? പിന്നെയോ 6 + 4 എത്ര ആൻസർ വരുന്നത്? 10 ആണ്. അടുത്തത് 7 + 3 എത്രയാണ് വരുന്നത്? 7 + 3 ആവുമ്പോൾ 10 തന്നെയാണ്. ഇതേപോലെ 10 കിട്ടുന്ന അടുത്തതാണ് നിങ്ങൾ താഴെ കോളത്തിൽ എഴുതേണ്ടത്. രണ്ടാമത്തെ കോളം നോക്കിക്കേ. അവിടെ 100 ആണ് നിങ്ങൾക്ക് കൂട്ടുമ്പോൾ കിട്ടേണ്ടത്. 50 + 50 എന്ന് നൽകിയിട്ടുണ്ട്. ബാക്കി താഴെ നൽകിയില്ല. നാലാമത്തെ കോളത്തിൽ 80 + 20 നൽകിയിട്ടുണ്ട്. 100 ആണല്ലോ. അടുത്ത മൂന്നാമത്തെ കോളത്തിൽ 1000 ആണ് നിങ്ങൾക്ക് കൂട്ടുമ്പോൾ കിട്ടേണ്ടത്. അവിടെ 500 + 500 നൽകിയിട്ടുണ്ട്. 1000 ആണ്. അടുത്തത് ലാസ്റ്റ് കോളത്തിൽ നിങ്ങൾക്ക് കൂട്ടുമ്പോൾ ആൻസർ ആയിട്ട് 10,000 ആണ് കിട്ടേണ്ടത്. ഒരു എക്സാമ്പിൾ അവിടെ നൽകിയിട്ടുണ്ട്. 5000 + 5000 എത്രയാണ്? 10,000 ആണ്. ഇത് നമുക്ക് സിമ്പിളായിട്ട് ഈ ഒരു ടേബിൾ കംപ്ലീറ്റ് ആക്കാൻ കഴിയുന്നതാണ്. ഓക്കെ, ഇവിടെ കോളത്തിൽ നോക്കുക. ആദ്യത്തേത് 5 + 5 ആണല്ലേ. അവിടെ ഒരു 0s ഇട്ട് കൊടുത്താണ് 50 + 50 എന്നാക്കിയത്. ഇതേപോലെ നിങ്ങൾക്ക് താഴത്തെ കോളത്തിൽ 6 + 4 എന്ന് നൽകിയിട്ടുണ്ട്. അവിടെ ഒരു 0s ഇട്ട് കൊടുക്കുക. 60 + 40 എത്രയാണ്? 100 ആണ് വരുന്നത്. ഇനി അടുത്തത് 1000ൻ്റെ കോളത്തിൽ 5ന് ശേഷം 2 0s ആണ് ഇട്ട് കൊടുത്ത്. അപ്പോൾ നിങ്ങൾ 6ന് ശേഷം 2 0s ഇട്ട് കൊടുക്കുക. 600 + 400 ആൻസർ നമുക്ക് 1000 ആണ് വരുന്നത്. അടുത്ത 1000ൻ്റെ കോളത്തിൽ 5ന് ശേഷം 3 0s ആണ്. സോ നിങ്ങൾ 6ന് ശേഷം 3 0s ഇട്ട് കൊടുക്കുക. അതായത് 6000 + 4000 ആൻസർ 10,000 ആണ് വരുന്നത്. ഓക്കെ,
ഇനി നെക്സ്റ്റ് 7 + 3 എന്ന് നൽകിയിട്ടുണ്ട്. ഇതേപോലെ സീറോസ് ആഡ് ചെയ്ത് ഓരോ കോളത്തിലും എഴുതുക. ആദ്യത്തെ കോളത്തിൽ 7ന് ശേഷം ഒരു സീറോസ്, അതായത് 70 + 3ക്ക് ശേഷം ഒരു 0, 30 എന്ന് വരും. ആൻസർ 100 ആണ് വരുന്നത്. അടുത്തത് 2 സീറോസ് ഇട്ട് കൊടുക്കണം. 700 + 300 ആണ്. ആൻസർ 1000 ആണ്. കൂട്ടുമ്പോൾ നമുക്ക് 1000 കിട്ടും. അടുത്തത് 3 സീറോസ് ഇട്ട് കൊടുക്കണം. 7000 + 3000, ആൻസർ 10,000 ആണ് വരുന്നത്. ഇനി അടുത്തത് 80 + 20 ആണ് അവിടെ നൽകിയിട്ടുള്ളത്. ഫസ്റ്റ് കോളത്തിൽ നൽകിയിട്ടില്ല. സോ ഫസ്റ്റ് കോളത്തിൽ നിങ്ങൾ സീറോസ് ഇല്ലാതെ എഴുതിയാൽ മതി. അതായത് 8 + 2 എന്ന് എഴുതുക. 10 ആണല്ലോ കിട്ടുന്നത് 8 + 2. ഇനി അടുത്ത മൂന്നാമത്തെ കോളത്തിൽ 2 സീറോസ് ഇട്ടാണ് എഴുതേണ്ടത്. 800 + 200. മൂന്നാമത്തെ ലാസ്റ്റത്തെ കോളത്തിൽ 3 സീറോസ് ആണ്. 8000 + 2000 എന്ന് എഴുതുക. നമുക്ക് 10,000 ആണ് കിട്ടുന്നത്. ലാസ്റ്റത്തെ കോളം ഫുള്ള് എന്താണ് തന്നിട്ടില്ല, ഒറ്റ കോളം തന്നിട്ടില്ല. പക്ഷേ ഇവിടെ നോക്കിക്കേ, ഒരു ഓർഡറിലാണ്. ഫസ്റ്റ് കോളം നോക്കിക്കേ 5, 6, 7, 8 ഒരു ഓർഡർ ഉണ്ടല്ലേ. നെക്സ്റ്റ് ഏതാ വരിക? 9 എന്നാണ്. 9നോട് എത്ര കൂട്ടിയാലാണ് നമുക്ക് 10 കിട്ടുക? 1 ആണ്. 9 + 1 ആണ് 10. ഇനി ഓരോ കോളത്തിലും സീറോസ് ഇട്ട് എഴുതിയാൽ മതി. 90 + 10 എഴുതുക. നെക്സ്റ്റ് 900 + 100 എഴുതുക. നമുക്ക് 1000 ആണ് കിട്ടുന്നത്. ഇനി ലാസ്റ്റ് കോളം 9000 + 1000, 10,000 ആണ് ആൻസർ വരുന്നത്. സോ നമ്മളിവിടെ ഈ ഒരു ടേബിൾ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അടുത്തത് ഒരു ലാപ്പ് എന്ന് പറയുന്നത് 1 ലാപ്പ് ഓഫ് ദി റേസ് ഈസ് 1 കിലോമീറ്റർ. ഒരു റൗണ്ട് എന്ന് പറയുന്നത് 1 കിലോമീറ്റർ ആണ്. ടോട്ടോ കാർ 1000 കിലോമീറ്റേഴ്സ് ആണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സ്പീഡോമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ കാറ് ഒരു ഹവറിൽ എത്ര കിലോമീറ്റർ പോയി എന്ന് കാണിക്കുന്നതാണ്. സോ ഇവിടെ 1 ലാപ്പ് എന്ന് പറയുന്നത് സ്പീഡോമീറ്ററിൽ കാണിക്കുന്നത് 1000 + 1 എത്രയാണ്? 1001 ആണ്. ഇനി 2 ലാപ്പ് ആണെങ്കിൽ 1000 + 2 ആണ്. 1002 ആണ് സ്പീഡോമീറ്ററിൽ കാണിക്കുന്നത്. എത്രയാണോ ലാപ്പ് അത് 1000നോട് കൂട്ടിയാൽ മതി. ഓക്കെ, അടുത്തത് 3 ആണ് ലാപ്പിൻ്റെ അവിടെ എഴുതേണ്ടത്. 3 ലാപ്പ് ആകുമ്പോൾ 1000 + 3 എത്രയാണ്? 1003 ആണ് വരുന്നത്. 4 ലാപ്പ് ആകുമ്പോൾ 1000നോട് 4 കൂട്ടിയാൽ മതി. 1004. 5 ലാപ്പ് ആകുമ്പോൾ 1000നോട് 5 കൂട്ടുക. 1005. 6 ലാപ്പ് ആകുമ്പോൾ 1000നോട് 6 കൂട്ടുക. 1006. 7 ലാപ്പ് ആകുമ്പോൾ 1000നോട് 7 കൂട്ടുക. 1007 എന്ന് കിട്ടും. സൈഡിലൊരു ക്വസ്റ്റ്യൻ കാണാം. വാട്ട് വുഡ് ബി ദി സ്പീഡോമീറ്റർ റീഡിംഗ് ആഫ്റ്റർ 11 ലാപ്സ്? 11 ലാപ്പിന് ശേഷം സ്പീഡോമീറ്ററിൽ എത്രയാണ് കാണിക്കുന്നത്? 1000നോട് 11 കൂട്ടിയാൽ മതി. 1000 + 11 എത്രയാണ്? 1011 ആണ്. എങ്കിൽ 15 ലാപ്പിന് ശേഷമോ? ആഫ്റ്റർ 15 ലാപ്സ് 1000നോട് 15 കൂട്ടിയാൽ മതി. 1000 + 15 എത്രയാണ്? 1015. അടുത്തത് ആഫ്റ്റർ 25 ലാപ്സ് 25 ലാപ്സിന് ശേഷമോ? 1000നോട് 25 കൂട്ടുക. 1025 ആണ്. അടുത്തത് റൈറ്റ്, ഡ്രോ ആൻഡ് റീഡ്. ആദ്യത്തെ കോളത്തിൽ നോക്കിക്കേ, അവിടെ നിങ്ങൾക്ക് 1000 സ്റ്റിക്കിൻ്റെ വടിയുടെ ഒരു കൂട്ടം നൽകിയിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ഒരു വടിയും കൂടിയുണ്ട്. അതായത് 1001 ആണ്. ഇതവിടെ വരച്ച് കാണിച്ചിട്ടുണ്ട്. 1001 കൂട്ടുക എത്രയാണ്? 1001 കിട്ടി. അവിടെ നെക്സ്റ്റ് കോളത്തിൽ 1001, 1001 എന്ന് എഴുതിയിട്ടുണ്ട്. ലാസ്റ്റത്തെ കോളത്തിൽ ഇത് അബാക്കസിൽ കാണിച്ചിട്ടുണ്ട്. 1001 എന്ന് പറയുമ്പോൾ വൺസിൻ്റെ പ്ലേസിൽ ഒരു ബീഡ് ഉണ്ടാവും. ടെൻസിൻ്റെയിൽ 0 ആണ്. 100സിൻ്റെയിലും 0 ആണ്. 1000ൻ്റെയിൽ 1 ബീഡ്സ് ഉണ്ട്. സോ 1000ൻ്റെ അവിടെ 1 ബീഡ്സ് കൊടുക്കുക. ഇങ്ങനെയാണ് ഇത് കംപ്ലീറ്റ് ആക്കേണ്ടത്. ഇനി സെക്കൻഡ് കോളം. സോ നോക്കാം, ഇവിടെ നോക്കിക്കേ, ഇവിടെ നിങ്ങൾക്ക് 1000 നൽകിയിട്ടുണ്ട്. 1000ൻ്റെ ഒരു ബണ്ടിലുമുണ്ട്. പിന്നെ 2 ഉണ്ട്. 1000 കൂടാതെ പിന്നെ 2 സ്റ്റിക്കും കൂടി ഉണ്ട്. അപ്പോൾ രണ്ടാമത്തെ കോളത്തിൽ എഴുതിയിട്ടുള്ളത് 1002 എന്നാണ്. ആരും ഉണ്ട്, പിന്നെ 2ഉം ഉണ്ട്. 1002. ഇനി മൂന്നാമത്തതിൽ 1000ഉം 2ഉം തമ്മിൽ കൂട്ടാം. 1000 എന്ന് എഴുതുക ആദ്യം. എന്നിട്ട് നമുക്ക് 2 ആഡ് ചെയ്യുമ്പോൾ ഇവിടെയല്ലേ നമ്മൾ 2 അവിടെ എഴുതി കൊടുക്കുക. നമുക്ക് എത്ര കിട്ടും? 2. 0 + 2 2 ആണ്. 0 0 1 1002 ആണ് കിട്ടിയിട്ടുള്ളത്. അവിടെ അത് സ്പെല്ലിങ്ങിൽ എഴുതിയിട്ടുണ്ട് 1002. പിന്നെ നമ്പേഴ്സിലും എഴുതിയിട്ടുണ്ട് 1002 എന്ന്. ഇത് നമ്മൾ അബാക്കസിലേക്ക് വരച്ച് കൊടുക്കണം. ഇവിടെ വൺസിന് പ്ലേസിൽ എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം. 2 ആണല്ലേ. സോ വൺസിന് പ്ലേസിൽ നിങ്ങൾ 2 ബീഡ്സ് വരയ്ക്കണം.
അടുത്തത് ടെൻസിൻ്റെയും ഹൺഡ്രഡ്സിൻ്റെയും പ്ലേസിൽ 0 ആണ്, അവിടെ ഒന്നും കൊടുക്കേണ്ട. ഇനി 1000ൻ്റെ പ്ലേസിൽ 1 എന്നുണ്ട്, സോ അവിടെ നിങ്ങൾ 1 ബീഡ് വരയ്ക്കുക. സോ ഇങ്ങനെയാണ് അബാക്കസിലെ ചിത്രം വരുന്നത്. ഇനി അടുത്തത് മൂന്നാമത്തത് 1004 എന്നാണ്. 1000 ഉണ്ട്, പിന്നെ 4 ഉണ്ട്. സോ രണ്ടാമത്തെ കോളത്തിൽ നിങ്ങൾ എങ്ങനെയാണ് എഴുതേണ്ടത്? 1004 എന്നാണ്. ഓക്കെ. ഇനി അടുത്തതിൽ 1000ഉം 4ഉം തമ്മിൽ കൂട്ടുന്നത് എഴുതാം. ആദ്യം നിങ്ങൾ 1000 എന്ന് എഴുതുക, താഴെയായിട്ട് 4 എഴുതുക. 0 + 4 എത്രയാണ്? 4 ആണ്. താഴെ നിങ്ങൾ 4 എന്ന് എഴുതി കൊടുക്കുക. അടുത്തത് 0 ഇറക്കി എഴുതാം, 0 ഇറക്കി എഴുതാം, 1 എന്നും ഇറക്കി എഴുതാം. അപ്പോൾ നിങ്ങൾക്ക് 1004 എന്നാണ് അവിടെ കിട്ടുന്നത്. നെക്സ്റ്റ് ഇതൊന്ന് സ്പെല്ലിങ്ങിൽ എഴുതാം. 1000 THOUSAND 1004 എന്ന് എഴുതുക. അവിടെ എന്നിട്ട് സ്പെല്ലിങ്ങിലും 1004 എന്ന് എഴുതി കൊടുക്കുക. 4ൻ്റെ സ്പെല്ലിംഗ് FOUR. ഈ അബാക്കസിലെ ചിത്രം വരയ്ക്കാം. 1ൻ്റെ പ്ലേസിൽ 4 എന്നാണ്, സോ അവിടെ നിങ്ങൾ 4 ബീഡ്സ് ആണ് വരയ്ക്കേണ്ടത്. 10ൻ്റെയും 100ൻ്റെയും പ്ലേസിൽ 0s ആണ്, അവിടെ ഒന്നും കൊടുക്കേണ്ട. 1000ൻ്റെ പ്ലേസിൽ 1 എന്നുണ്ട്, സോ അവിടെ നിങ്ങൾ 1 ബീഡ് വരയ്ക്കുക. ഇനി അടുത്തത് 1006 ആണ്. 1000ൻ്റെ ഒരു ബണ്ടിലുമുണ്ട്, പിന്നെ 6 എണ്ണവുമുണ്ട്. സോ അവിടെ നിങ്ങൾ എഴുതേണ്ടത് 1006 എന്നാണ്. 1006 എന്ന് എഴുതി കൊടുക്കുക. നെക്സ്റ്റ് നമുക്ക് 1000ഉം 6ഉം തമ്മിൽ ആഡ് ചെയ്യാണ് വേണ്ടത്. ആദ്യം നിങ്ങൾ അവിടെ 1000 1000 എന്ന് എഴുതി കൊടുക്കുക, താഴെ 6 എഴുതി കൊടുക്കുക. 1000 + 6 എത്രയാണ്? 0 + 6 6 ആണ്. 0 ഇറക്കി എഴുതാം, 0 ഇറക്കി എഴുതാം, 1 ഇറക്കി എഴുതാം. 1006 എന്ന് എഴുതി കിട്ടി. നമുക്കിനി സ്പെല്ലിങ്സിലും നമ്പേഴ്സിലും 1006 എന്ന് എഴുതണം. 1006 SIX 1006 എന്ന് നമ്പേഴ്സിലും എഴുതുക. ഇത് അബാക്കസിൽ വരയ്ക്കണം. 1ൻ്റെ പ്ലേസിൽ എത്ര എണ്ണമാണ്? 6 എന്നാണ്. സോ 6 ബീഡ്സ് അവിടെ 1ൻ്റെ പ്ലേസിൽ കൊടുക്കുക. 10ൻ്റെ പ്ലേസിലും 100ൻ്റെ പ്ലേസിലും 0 ആണ്. 1000ൻ്റെ പ്ലേസിൽ 1 എന്നുണ്ട്, സോ അവിടെ 1 ബീഡ് വരയ്ക്കുക. നെക്സ്റ്റ് 1005 ആണ്. 1000ഉം ഉണ്ട്, പിന്നെ ഒരു 5ഉം ഉണ്ട്. സോ രണ്ടാമത്തെ കോളത്തിലേക്ക് നിങ്ങൾ 1005 എന്നാണ് എഴുതേണ്ടത്. ഓക്കെ, 1005 എന്ന്. നെക്സ്റ്റ് നിങ്ങൾക്ക് 1000ഉം ഈ 5ഉം തമ്മിൽ കൂട്ടണം. ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 0 + 5 5 ആണ്. 0 0 1 ഇറക്കി എഴുതാം, 1005 എന്ന് എഴുതി കിട്ടി. ഇനി നെക്സ്റ്റ് സ്പെല്ലിങ്ങിൽ എഴുതണം. 1005 FIVE. നമ്പേഴ്സിലും 1005 എന്ന് എഴുതാം. ഇനി നമുക്ക് അബാക്കസിലെ ചിത്രം വരയ്ക്കാം. ഇവിടെ 1ൻ്റെ പ്ലേസിൽ എത്രയാണ്? 5 ആണുള്ളത്, അവിടെ 5 ബീഡ്സ് വരയ്ക്കാം. 10ൻ്റെയും 100ൻ്റെയും പ്ലേസിൽ 0 ആണ്, അവിടെ ഒന്നും കൊടുക്കേണ്ട. 1000ൻ്റെ പ്ലേസിൽ 1 ആണ്, അവിടെ 1 ബീഡ് വരയ്ക്കാം. ഇനി നെക്സ്റ്റ് 1009 ആണ്. സോ നിങ്ങളവിടെ ആദ്യത്തെ കോളത്തിലേക്ക് 1009 എന്നാണ് എഴുതേണ്ടത്. നെക്സ്റ്റ് മൂന്നാമത്തേതിലേക്ക് നമുക്ക് 1000ഉം 9ഉം തമ്മിൽ ആഡ് ചെയ്യണം. 1000 താഴെ 9 എന്ന് എഴുതി കൊടുക്കുക. 0 + 9 9 ആണ്. 0 0 1 താഴേക്ക് ഇട്ട് കൊടുക്കുക. 1009 എന്ന് കിട്ടി. ഇനി നമുക്ക് നെക്സ്റ്റ് 3 മൂന്നാമത്തെ കോളത്തിലേക്ക് 1009 എന്ന് സ്പെല്ലിങ്ങിൽ എഴുതണം. 1009. ഇനി അത് നമ്പേഴ്സിൽ എഴുതണം. 1009 1009. ഇനി അബാക്കസിൽ ഇത് വരച്ച് കൊടുക്കണം. 1's പ്ലേസിൽ 9 ആണ്, സോ അവിടെ 9 ബീഡ്സ് ആണ് നിങ്ങൾ വരയ്ക്കേണ്ടത്. 1ൻ്റെ പ്ലേസിൽ 9 എണ്ണം. 10ൻ്റെയും 100ൻ്റെയും പ്ലേസിൽ 0s ആണ്. 1000ൻ്റെ പ്ലേസിൽ 1 ആണ്. ഇനി അടുത്തത് 1007 ആണ്. 1000ഉം ഉണ്ട്, 7ഉം ഉണ്ട്. സോ നിങ്ങൾ അവിടെ ആദ്യത്തെ കോളത്തിലേക്ക് 1007 എന്നാണ് എഴുതേണ്ടത്. നെക്സ്റ്റ് നമുക്കത് കൂട്ടണം. 1000 + 7. 0 + 7 7 ആണ്. 0 0 1 താഴേക്ക് ഇട്ട് കൊടുക്കുക. ഇനി സ്പെല്ലിങ്ങിൽ എഴുതണം. 1007. 7ൻ്റെ സ്പെല്ലിംഗ് SEVEN എന്നാണ്. അത് നമ്പേഴ്സിൽ 1007 എന്ന് എഴുതാം. അബാക്കസിൽ എങ്ങനെ വരയ്ക്കാം? 1ൻ്റെ പ്ലേസിൽ 7 ആണ്, സോ നിങ്ങൾ അവിടെ 7 ബീഡ്സ് വരയ്ക്കണം. പിന്നെ 1000ൻ്റെ പ്ലേസിൽ 1ഉം ആണ്, അവിടെ 1 വരയ്ക്കുക.
അടുത്തത് 1008 ആണ്. 1000ഉം ഉണ്ട് 8ഉം ഉണ്ട്. 1008 എന്ന് എഴുതാം. നെക്സ്റ്റ് രണ്ടാമത്തെ കോളത്തിൽ 1000 + 8 ആണ്. 0 + 8 8 ആണ്. 0 0 1 എന്ന് ഇറക്കി എഴുതാം. അടുത്ത സ്പെല്ലിങ്ങിൽ 1008 എന്ന് എഴുതാം. 1008 EIGHT 8ൻ്റെ സ്പെല്ലിങ്. ഇനി 1008 എന്ന് എഴുതി കൊടുക്കാം. ഇനി അബാക്കസിൽ സിമ്പിളായിട്ട് ചിത്രം വരയ്ക്കാം. 0ൻ്റെ പ്ലേസിൽ 8 എണ്ണമാണ്. 8 ബീഡ്സ് വരയ്ക്കാം. 1000ൻ്റെ പ്ലേസിൽ 1ഉം 10ഉം 100ൻ്റെ പ്ലേസിൽ ഒന്നുമില്ല. അടുത്ത 1000ഉം 10ഉമാണ്. 1010 എന്ന് എഴുതാം. 1000 + 10 എത്രയാണ്? ആദ്യം 1000 എന്ന് എഴുതാം. താഴെ 10 എന്നും എഴുതാം. 0 + 0 0 ആണ്. 0 + 1 1 ആണ്. 0 ഇറക്കി എഴുതാം. 1 ഇറക്കി എഴുതാം. 1010 എന്ന് കിട്ടി. 1010 എന്ന് സ്പെല്ലിങ്ങിൽ എഴുതുക. 1010 എന്ന് നമ്പേഴ്സിലും എഴുതുക. 1010. അടുത്ത അബാക്കസിൽ 1സിൻ്റെ പ്ലേസിൽ 0 ആണ്. അവിടെ ഒന്നും വരയ്ക്കേണ്ട. 10സിൻ്റെ പ്ലേസിൽ 1 ആണ്. അവിടെ ഒരു ബീഡ് വരയ്ക്കുക. 100ൻ്റെ പ്ലേസിൽ 0 ആണ്. 1000ൻ്റെ പ്ലേസിൽ 1 വരയ്ക്കുക. ഇങ്ങനെയാണ് അബാക്കസിൽ വരിക. സോ നമ്മൾ ഈ ഒരു ബോക്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് ആൻസർ വരുന്നത്. സോ ഇതുവരെ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഇതിൻ്റെ ബാലൻസ് നെക്സ്റ്റ് പേജ് നമ്പർ 27 മുതൽ പാർട്ട് 2 ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. നിങ്ങളുടെ അഭിപ്രായം കൂടി തീർച്ചയായിട്ടും കമൻറ്റായിട്ട് അറിയിക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ടാക്കുക. പിന്നെ ക്ലാസ് 1 to ക്ലാസ് 7 വരെ ഓൺലൈൻ ട്യൂഷൻ നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ത്രൂ മെസ്സേജ് ആക്കിയാൽ മതി. So that's all. Thank you.